ടെൻസ് 0 എഫ് ഓഫ് എക്സ് ഓൺ ചെയ്താടാ വിവേക് എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് ബൈ എച്ച്. സൈൻ ഇവിടെ നോക്കിക്കണേ സൈൻ എ മൈനസ് സൈൻ ബി ഫോമിൽ അടക്കണം. അതിന്റെ ഫോർമുല എന്തായിരുന്നു? അത് തന്നെ. അതല്ലല്ല, സൈൻ എ മൈനസ് 2 കോസ് എന്തായിരുന്നു ഫോർമുല മാനസെ? സൈൻ എ മൈനസ് സൈൻ ബിയുടെ ഫോർമുല. സൈൻ എ മൈനസ് സൈൻ ബി എന്താ? 2 കോസ് എ പ്ലസ് ബി ബൈ 2 സൈനസ് സൈൻ എ മൈനസ് ബി ബൈ 2. അപ്പൊ അതിലോട്ട് ഇട്ട് കൊടുക്കാം ഇത്. അപ്പൊ സൈൻ എ ഇത്, ബി ഇത്. ചെയ്തോടാ വിവേക്. ഡാടാ എന്താണ് ചെയ്താ? ഇങ്ങനെ ഇത് മനസ്സിലായില്ലേ? ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഇനി നോക്കിക്കേ. ഇനി നമ്മള് താഴത്തെ ഒരു എച്ച് ഉണ്ടല്ലോ, ആ എച്ചിന്റെ കൂടെ ഒരു 2 മൾട്ടിപ്ലൈ ഡിവൈഡ് ചെയ്യും കേട്ടാ. കാരണം അതൊരു ഫോമിലോട്ട് ആവാൻ വേണ്ടിട്ട് അതിന് ചെയ്യണം. ഏതാ എന്താണ് ഇത് കട്ട് ചെയ്യാൻ പറ്റും? ഇനി ഇന്റഗ്രേഷൻ സ്പ്ലിറ്റ് ചെയ്തിട്ട് ലിമിറ്റ് സ്പ്ലിറ്റ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യാം. ലിമിറ്റ് സ്പ്ലിറ്റ് ചെയ്യാം. നോക്കണേ ലിമിറ്റ് 2 കോസ് 2x പ്ലസ് എച്ച് ബൈ 2 ഡിവൈഡഡ് ബൈ 2h ബൈ 2 പിന്നെ മറ്റേ വെച്ച് സ്പ്ലിറ്റ് ആക്കാലോ. അങ്ങനെ അതായത് ഞാൻ ഈ ഒരു ടേമില്ലേ, ഈ ഫസ്റ്റത്തെ ഇതിനെ ഞാൻ ഒരു ലിമിറ്റ് ആക്കി, മറ്റേതിനെ വേറെ ലിമിറ്റ് ആക്കി. അപ്പൊ എങ്ങനെ വരും? ലിമിറ്റ് എച്ച് ടെൻ ടു 0 2 കോസ് 2x പ്ലസ് എച്ച് ബൈ 2 ബൈ 2 ഇങ്ങനെ വരുമ്പോ എന്താ? ഈ 2 കട്ടാക്കാം നമുക്ക്. പിന്നെ അടുത്ത ലിമിറ്റ് ചെയ്യാൻ ലിമിറ്റ് എച്ച് ടെൻ ടു 0 സൈൻ എച്ച് ബൈ 2 ബൈ എച്ച് ബൈ 2. ഇതിന്റെ വാല്യൂ എത്രയാണ്? മൈനസ് ലിമിറ്റ് എച്ച് ടെൻ ടു 0 സൈൻ എച്ച് ബൈ 2 സൈൻ എച്ച് ബൈ 2. സൈനാ 1. ഇത് 1. ഇതിന്റെ വാല്യൂവാ കോസ് 2x പ്ലസ് എച്ച് അല്ലേ? അപ്പൊ ലിമിറ്റ് കൊടുത്ത് കഴിയുമ്പോ എന്താവും? എച്ച് ടെൻ ടു 0 ആകുമ്പോഴത്തേക്കും കോസ് 2x ബൈ 2 എന്നാവും അല്ലേ? അപ്പൊ എന്താ? കോസ് 2x ബൈ 2 നമുക്ക് എങ്ങനെ എഴുതാം? കോസ് എക്സ്. അപ്പൊ ആൻസർ ക്രിയേറ്റ് ചെയ്യാം കോസ് എക്സ്. അപ്പൊ നിങ്ങളോട് ചോദിക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ ഫൈൻഡ് ദി ഡെറിവേറ്റീവ് വിത്ത് ഫസ്റ്റ് പ്രിൻസിപ്പൽ എന്ന് ചോദിച്ചാൽ ഈ മെത്തേഡിൽ തന്നെ ചെയ്തോളാം കേട്ടാ. അപ്പൊ പിന്നീട് നമ്മൾ വേറെ മെത്തേഡ് എന്ന് പറഞ്ഞ ഇന്നലെ കഴിഞ്ഞ ദിവസം അവൻ പറഞ്ഞില്ലേ, ഡെറിവേറ്റീവ് ഇപ്പൊ n(x)(n-1) ഫോർമുല ഉപയോഗിച്ചിട്ട് ചെയ്യാന്ന് പറഞ്ഞില്ലേ. അത് ഈ പ്രോബ്ലത്തിലൊന്നും ചെയ്യാൻ പറ്റില്ല, വേറെ പ്രോബ്ലത്തിൽ. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ഇങ്ങനെ ആലോചിച്ചാൽ മതി. സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് എന്ത് സാധനമാണ്? കോസ് എക്സ്. ഇനി ഭാവിയിലോട്ട് നിങ്ങൾ അങ്ങനെ തന്നെ പഠിച്ചു പോകുള്ളൂ. സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് കോസ് എക്സ്.
എക്സ് റേസ് ടു എന്നിന്റെ ഡെറിവേറ്റീവ് എൻ എക്സ് റേസ് ടു എൻ മൈനസ് 1. അങ്ങനെ എല്ലാം കാണാണ്ട് പഠിക്കണം. കുറെ ഉണ്ട് അതുപോലെ ഡെറിവേറ്റീവ്സ്. അപ്പൊ ഇപ്പൊ നമ്മളിപ്പോ എന്താ പ്രൂവ് ചെയ്തത്? സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് എന്താണ്? കോസ് എക്സ്. ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ മനസ്സേ? ചെയ്ത് ആൻസർ കണ്ടുപിടിക്കണം. എന്തിന്? അതായത് എന്താ? ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ? അതായത് എന്താ? പെർട്ടിക്കുലർ എക്സിന്റെ വാല്യൂ മാറുന്നതനുസരിച്ച് വൈക്ക് വരുന്ന ചേഞ്ച് ഫംഗ്ഷനാ. സിമ്പിൾ ആയിട്ട് പറയാൻ ടാൻജന്റ് അറ്റ് ദ പോയിന്റ് എന്നാ പറയണത് ശരിക്കും. കേട്ടാ? കണ്ടുപിടിച്ചില്ലേ ഇത്? കോസ് എക്സിന്റെ സൈൻ എക്സിന്റെ. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ദ ഡെറിവേറ്റീവ് എഴുതിയത്. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് റേസ് ടു എൻ. യൂസിങ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ കേട്ടോ. എന്താണ്? ഈ മെത്തേഡ് തന്നെ, ഇത് തന്നെ ഇതിലോട്ട് തന്നെ ഇട്ട് കൊടുക്കാം, കണ്ടുപിടിക്കാം. ഇത് ഈ ഇക്വേഷൻ എങ്കിലും എഴുതി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതിനൊക്കെ വല്ല അരമാർക്കൊക്കെ കിട്ടും. അതെങ്കിലും ചെയ്ത് വെക്കാം, അറിയാൻ പാടാത്ത. ഇങ്ങോട്ട് പോകാൻ പറ്റിയില്ല. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ, ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് റേസ് ടു എൻ. ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ് കേട്ടോ, വെയിറ്റേജ് കൂടുതലുള്ളതാണ്. നിങ്ങക്ക് കഴിഞ്ഞാടാ ക്ലാസ്സില്? ഇല്ല, ഈ മാസം കൊണ്ട് കഴിയോ? ജാനുവരി റിവിഷൻ എന്ന് സ്റ്റാർട്ട് അല്ല, റിവിഷൻ എന്ന് സ്റ്റാർട്ട് ചെയ്യണം. ക്ലാസ്സിൽ റിവിഷൻ ഒന്നുമില്ലേ? മോഡൽ ഇല്ലേ? മോഡൽ എക്സാം അതുമില്ലേ? ചെയ്തോ, ഇവിടെ വരെ ഒരേപോലെ ചെയ്യാം. എന്താണ് എക്സ് പ്ലസ് എക്സ് റേസ് ടു എന്നിന്റെ ഡെറിവേറ്റീവ്? ഇത് ബൈനോമിയൽ എക്സ്പാൻഷൻ. മാനസ് അതെന്താ? നീ ഭയങ്കരമായിട്ട് പറഞ്ഞിരുന്നേച്ചല്ല ആ സമയത്ത് ആൻസർ. കാലമൊന്നും മാറിയിട്ടില്ല. പറ, ഈ കൊല്ലം തന്നെ നീ എഴുതാൻ പോണ പരീക്ഷ? കഴിഞ്ഞിട്ട് ഒരു വർഷമൊന്നും ആയിട്ടില്ല. ഒരു വർഷമാണെങ്കിൽ 365 ദിവസം കഴിയണം. അല്ല, അത് 365 ദിവസം കഴിഞ്ഞാൽ ഒരു വർഷമാകുള്ളൂ. 3 മാസമെങ്കിലും ആയിട്ടുണ്ടാവുള്ളൂ. നീ പറ, എക്സ്പാൻഷൻ പറ. എക്സ് പ്ലസ് എക്സ് ഹോൾ റേസ് ടു എന്നിന്റെ എക്സ്പാൻഷൻ. NC0 x raised to n plus NC1. അപ്പൊ നോക്കിക്കേ, ആദ്യം നിങ്ങള് അവനറിയാതുകൊണ്ടാണ് ചോദിക്കാൻ. ഇവിടെ ആദ്യം അപ്ലൈ ചെയ്യുക, അതിലോട്ട് ചെയ്യ വേഗം. x raised to n x അല്ല, അവസാനത്തെ NCN x raised to n അവിടെ വരെ സ്റ്റോപ്പ് ചെയ്യാം. എക്സ്പാൻഷൻ എഴുതണം ഇവിടെ. നിങ്ങൾ തന്നെ ചെയ്യും. ഡെറിവേറ്റീവാ എക്സ് റേസ് ടു n. പെട്ടെന്ന് കിട്ടും. ഇത് കണ്ടുപിടിക്കണവന്മാര് ബുദ്ധിമാന്മാര്.
എന്താണ് അതുകൊണ്ട് അതിലോട്ട് ഇട്ട് കൊടുത്താ പോരെ? ഇട്ട് കൊടുത്താവണ്ടേ? മൈനസ് എക്സ് റേസ് ടു എന്ന് പറഞ്ഞു അതിന് എച്ച് കോമൺ പുറത്തെടുക്കാൻ പറ്റും. ഇനി കട്ട് ചെയ്ത് മൈനസ് ചെയ്ത് കളയാലോ നമുക്ക്. ഓക്കെ, എൻ സി സീറോയുടെ വാല്യൂ എത്രടാ? 1 ആണ്. അപ്പൊ എക്സ് റേസ് ടു എന്നും കട്ടാക്കാല്ല. ബാക്കിയുള്ള ടൈമിൽ നിന്ന് എന്ത് പുറത്തെടുക്കാം? എച്ച് കോമൺ പുറത്തെടുക്കാം. എന്നിട്ട് ലിമിറ്റ് കൊടുക്കാം. അപ്പൊ എച്ച് ഇല്ലാത്ത ടൈമിന് മാത്രമേ എന്തുണ്ടാവുള്ളൂ? വാല്യൂ അവിടെ ഉണ്ടാവുള്ളൂ. ബാക്കി എല്ലാം 0 ആയി പോകും. ചെയ്ത് നോക്ക്. അടുത്ത സ്റ്റെപ്പ് ചെയ്യും. ഇത് എഴുതുക. എഴുതി കഴിഞ്ഞപ്പോ എന്താ? എൻ സി സീറോയുടെ വാല്യൂ എന്താ? 1. മൈനസ് എക്സ് റേസ് ടു എൻ. അപ്പൊ ഇതിന്റെ വാല്യൂ ഈ എക്സ് റേസ് ടു എന്നും ഇതും കട്ടാക്കി കളയാലോ നമുക്ക്. ബാക്കി എന്താ ഉള്ളത്? എൻ സി 1 എക്സ് റേസ് ടു എൻ മൈനസ് 1 എച്ച് ഇതിനിപ്പോ കോമൺ ആയിട്ട് എച്ച് പുറത്തെടുക്കാൻ പറ്റും. നോക്കിക്കണം. അടുത്ത ടൈം എന്താ വരുന്നത്? ഒരു ടൈമും കൂടി എഴുതിക്കോട്ടാ. വിവേക് പറഞ്ഞേ. പറഞ്ഞോളൂ. നെക്സ്റ്റ് ടൈം ഇത് കഴിഞ്ഞിട്ടുള്ള ടൈം പറയാം. എന്താ? എൻ സി 2 എച്ച് സ്ക്വയർ അല്ലെ? അപ്പൊ ഇതേന്ന് നോക്കിക്കേ. ഇതേന്ന് എച്ച് പുറത്തെടുക്കുമ്പോ ഇത് നോക്കിക്കേ, എച്ച് ഞാൻ പുറത്തെടുത്ത്. അപ്പൊ എൻ സി 1 എക്സ് റേസ് ടു എൻ മൈനസ് 1 അല്ലെ? പ്ലസ് എക്സെട്ര എൻ സി 2 എക്സ് റേസ് ടു എൻ മൈനസ് 2 എന്ത് വരും? എച്ച് മാത്രം വരും അല്ലെ? പിന്നെ ബാക്കിയുള്ളത് ഞാൻ എൻ സി എൻ എച്ച് റേസ് ടു എന്ത് വരും? ഒരു എച്ച് പുറത്തെടുക്കുമ്പോ എന്ത് വരും? എൻ മൈനസ് 1 പിന്നെ ഡിവൈഡഡ് ബൈ എച്ച്. ഇനി എച്ച് വെച്ചും കട്ടാക്കി കളയാലോ എനിക്ക്. ഇത് നമുക്ക് കിട്ടി. ഇനി ലിമിറ്റ് കൊടുക്കുമ്പോ എച്ച് ഉള്ള ടേംസ് ഒക്കെ എന്തായി മാറും? സീറോസ് ആവും. അപ്പൊ എച്ച് ഇല്ലാത്തൊരു ടേം മാത്രമേ ഉള്ളൂ ഇവിടെ. ഏതാ ഉള്ളത്? എൻ സി 1 എക്സ് റേസ് ടു ഇത് ചോദിക്കൂടെ, ഇമ്പോർട്ടന്റ് ആണ്. എൻ മൈനസ് 1. എൻ സി 1ന്റെ വാല്യൂ എത്ര? എൻ എക്സ് റേസ് ടു എൻ മൈനസ് 1 അതാണ് ഫൈനൽ ഡെറിവേഷൻ. കേട്ടോ? അപ്പൊ എക്സ് റേസ് ടു എന്നിന്റെ ഡെറിവേറ്റീവ് എന്താ? എൻ എക്സ് റേസ് ടു എൻ മൈനസ് 1. ഇത് ചോദിക്കുന്നത് ഇമ്പോർട്ടന്റ് ആണ്. സൈൻ എക്സിന്റെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് ചോദിക്കാറുണ്ട് എപ്പോഴും. ചേട്ടന്മാർക്ക് അറിഞ്ഞൂടെ ഇത് എങ്ങനെ ചെയ്യുന്നത്? പ്ലസ് 2 അവന്മാരാ ഫോർമുല കണ്ടുപിടിച്ചേക്കണേ. അപ്പൊ നോക്കിക്കേ, എൻ എക്സ് റേസ് ടു എന്നിന്റെ ഡെറിവേറ്റീവ് ആണ് എൻ എക്സ് റേസ് ടു എൻ മൈനസ് 1. അപ്പൊ എക്സ് റേസ് ടു 3ന്റെ ഡെറിവേറ്റീവ് എന്തായിരിക്കും വിവേക്? എക്സ് റേസ് ടു 3ന്റെ ഡെറിവേറ്റീവ് എക്സ് റേസ് ടു എന്നിന്റെ ഡെറിവേറ്റീവ് ആണ് എൻ എക്സ് റേസ് ടു എൻ മൈനസ് 1. അപ്പൊ എക്സ് റേസ് ടു 3ന്റെ ഡെറിവേറ്റീവ് എന്തായിരിക്കും? 3x റേസ് ടു എൻ മൈനസ് 1 മീൻസ് 2. അപ്പൊ ആ ഡെറിവേറ്റീവ് നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ജനറൽ ആയിട്ട് ഇങ്ങനെ ഫോർമുല കണ്ടുപിടിച്ച് വെച്ചത്. മനസ്സിലായിട്ട് എക്സ് എന്താ? ക്ലാസ്സിൽ ചെയ്യുമ്പോഴേക്ക് ചെയ്ത് നോക്കണേ. ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ ഇങ്ങനെ തന്നെ ഇരിക്കുവോ? അടുത്ത ദിവസം ഇരിക്കും ഓടിച്ചിടുന്ന ഫസ്റ്റ് പ്രിൻസിപ്പൽ എന്ന് ചോദിച്ചാൽ നമുക്ക് ഡയറക്റ്റ് ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് എക്സ് സ്ക്വയർ. ഈ ഫോർമുല വെച്ചിട്ട് പറഞ്ഞ കണ്ടുപിടിച്ചേ. ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് എക്സ് സ്ക്വയർ. എക്സ് സ്ക്വയർ നമ്മൾ ചെയ്താടാ? ചെയ്തില്ലല്ലോ. ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് എക്സ് സ്ക്വയർ. എക്സ് സ്ക്വയർ നിങ്ങൾ എന്തായാലും ചെയ്യും പെട്ടെന്ന്. ഈ ഫോർമുല വെച്ചിട്ടല്ലേ ചെയ്തത്? കഴിഞ്ഞാ കിട്ടിയാ? ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് എക്സ് സ്ക്വയർ. അല്ല, ഈ ഇക്വേഷനോട് ഇട്ട് കൊടുത്തേ.
എക്സ് റേസ് ടു എന്നിന്റെ ഡെറിവേറ്റീവ് എക്സ് റേസ് ടു എൻ മൈനസ് വൺ. അതുപോലെ തന്നെ എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എന്ത് വരും? 2x. എക്സ് ക്യൂബിന്റെ ഡെറിവേറ്റീവ് മനസ്സിലായ? എടാ അതാ ഞാൻ പറഞ്ഞത്, എക്സ് റേസ് ടു എന്നിന് എക്സ് റേസ് ടു എന്ത് പവർ വന്നാലും അത് നോക്കിക്കേ, ഇതിലോട്ട് ഇട്ട് കൊടുത്തതാണ്. എക്സ് ക്യൂബില് ഡെറിവേറ്റീവിന്റെ ഇക്വേഷൻ എന്താ? 3x റേസ് ടു 3 മൈനസ് 1 എന്ന് വരും. നേരെ ഇതടാ nx റേസ് ടു n മൈനസ് 1. അപ്പൊ ഇവിടെ നോക്കിക്ക് എക്സ് സ്ക്വയറാ വന്നേക്കണം. അപ്പൊ ആ ഫോർമുലോട്ട് ഇട്ട് കൊടുക്കുക nx റേസ് ടു n മൈനസ് 1. എന്ത് വരും? എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2x റേസ് ടു 2 മൈനസ് 1 2x. മനസ്സിലായ? അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ദ ഡെറിവേറ്റീവ്. ഈ 2x എനിക്ക് ഇപ്പൊ കിട്ടിയില്ലേ, അത് ഫസ്റ്റ് പ്രിൻസിപ്പിൾ വെച്ചിട്ടൊന്ന് കണ്ടുപിടിച്ചേ. ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് എക്സ് സ്ക്വയർ യൂസിങ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ. അങ്ങനെ ചോദിക്കോളൂ നിങ്ങക്ക്. അപ്പൊ ഇത്രോ ഇതുവരെ ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് എക്സ് സ്ക്വയർ യൂസിങ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ. ഹോൾ സ്ക്വയർ വരും. കിട്ടിയാടാ? എന്ത് വരും? എക്സ് പ്ലസ് എച്ച്. അതങ്ങ് എക്സ്പാൻഡ് ചെയ്യടാ. എ സ്ക്വയർ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ വെച്ചിട്ട് എക്സ്പാൻഡ് ചെയ്യും. എന്ത് ഡൗട്ട്? പഠിച്ചു പഠിച്ചപ്പോ മേലോട്ടാണോ വേണ്ടത്? എ പ്ലസ് ബി ഹോൾ സ്ക്വയർ വെച്ചിട്ട് കിട്ടിയ എത്ര കിട്ടി? അങ്ങനെ for the derivative of f of x is equal to 10x using first principle. ശരി, എന്നെ കാണിക്കണേ. എടാ അവിടെ ഇവിടെ എടാ അവിടെ നിന്ന് ഒരു റെഡിങ് എടുത്തിട്ടോടാ. റെഡിങ് പെൻ അവിടെ ഉണ്ടാവും, ആ ടേബിളിൽ ഉണ്ടാവും. അത് ചേച്ചിമാരോട് ചോദിച്ചാൽ മതി. Find the derivative of f of x is equal to 10x. First using first principle. നാളെ നിനക്ക് ട്യൂഷൻ ഉണ്ടോ? നീ ഈ പറഞ്ഞ പോലെ ഇവിടെ ലിമിറ്റ് കൊടുക്കണമെങ്കിലേ
എച്ച് വെച്ച് നീ കട്ടയാക്കി കളഞ്ഞില്ലേ? എടാ കഴിഞ്ഞ കര അടുത്ത വർഷം ബോർഡിൽ എഴുതാവേ. അടുത്ത വർഷം ബോർഡിൽ എഴുതാം. മാനസേ കഴിഞ്ഞ ചിരിച്ചോണ്ടിരിക്കണ്ടല്ലോ അവിടെ. നിന്നേക്കിനെ അവിടെ ഇരുത്തരുത്, നീ കയറിയിരുന്നേരം ഇങ്ങോട്ട്. അത്രയും കാറ്റത്തൂരും ഇങ്ങോട്ട് വാ, ഇവിടെ വന്നിരിക്കും. ഇത് കടന്ന് കറങ്ങാൻ വേണ്ടി. നീ വല്ലതും ചെയ്താ? ഫൈൻഡ് ദി ഡെറിവേറ്റീവ് ഓഫ് 10x. ഞാൻ ചെയ്തേ. f of x is equal to 10x. ഇതെന്ന് പറഞ്ഞാ f of x plus h എത്ര വരും 10x ആണെങ്കിൽ? ടെൻ പ്ലസ് എച്ച് അല്ലേ? എത്ര വരുടാ? എഫ് ഓഫ് എക്സ് 10x ആണെങ്കിൽ എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച്. അതായത് 10 ഇൻറ്റു എക്സ് പ്ലസ് എച്ച്. എനിക്ക് 10h കിട്ടിയടാ. നീ എന്ത് ചെയ്താൽ മതി? ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. മറ്റേത് കളയാലോ ഇത് രണ്ടും. എച്ച് വെച്ചും കട്ട് ചെയ്ത് കളയാലോ. അപ്പൊ കോൺസ്റ്റന്റ് ആയതുകൊണ്ട് എച്ചിന് കൊടുക്കാനൊന്നുമില്ല വാല്യൂ. അപ്പൊ എന്തേനെ വരും? 10 വരും. ഇത് ഞാൻ എന്താണ് എടുത്തത് ബുദ്ധിമുട്ട്? നീ നിനക്ക് കിട്ടിയായിരുന്നോ ഇത്? ഇപ്പഴല്ലേ കിട്ടിയത്? ഞാൻ ചോദിച്ചപ്പോ നീ കിട്ടിയില്ലെന്നാണല്ലോ പറഞ്ഞത്. അപ്പൊ നീ വെറുതെ പറയാനായിരുന്നില്ലേ ഇവിടെ? അടുത്ത ക്വസ്റ്റ്യൻ സോൾവ് ചെയ്ത് എന്നെ കൊണ്ട് ജയിക്കുന്നു. ഓക്കെ, എക്സിന്റെ ഡെറിവേറ്റീവ് എന്താണ്? അപ്പൊ അങ്ങനെയാണെങ്കിൽ 15x ഡെറിവേറ്റീവ് എന്തായിരിക്കും? അപ്പൊ ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ 15x² ഡെറിവേറ്റീവാ? അതാരും പറഞ്ഞു അതുകൊള്ള 15x-ഉം 15x² ഒന്ന് തന്നെ അല്ല. ഒന്ന് ആലോചിച്ച് നോക്കൂ. 30. അതെങ്ങനെയെന്ന് പറയട്ടെ. എക്സിന്റെ ഡെറിവേറ്റീവ് 1 അല്ലേ? 15 പുറത്തിടുക. x² ഡെറിവേറ്റീവ് എന്താ? 2x². അപ്പൊ എന്താ? 13x. അപ്പൊ 15x³ ഡെറിവേറ്റീവാ? 15 കോമ പുറത്തിടുക. 15 ഇൻറ്റു 3x² ഡെറിവേറ്റീവ്. അപ്പൊ എത്ര വരും? 45x². ഈ രീതിയിൽ കണ്ടുപിടിക്കാം. പക്ഷെ ചോദിക്കുമ്പോൾ നിങ്ങൾ ഫസ്റ്റ് പ്രിൻസിപ്പിൾ യൂസ് ചെയ്യാനേ പറയുള്ളൂ കേട്ടോ. അപ്പൊ നിങ്ങൾ ഈ രീതിയിൽ തന്നെ ചെയ്ത് കാണിക്കേണ്ടി വരും. നിങ്ങൾ വേണമെങ്കിൽ ഇത് ചെക്ക് ചെയ്തിട്ട് ലാസ്റ്റ് അത് ഇട്ട് കൊടുക്കാം. ആ രീതിയിലോട്ട് കൊണ്ടുവന്നിട്ട് എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. അടുത്തത് find the derivative of. അപ്പൊ എക്സിന്റെ ഡെറിവേറ്റീവ് എന്താന്നൊക്കെ നമ്മളിപ്പോ പഠിച്ചു. എക്സിന്റെ ഡെറിവേറ്റീവ് കോൺസ്റ്റന്റ് ഡെറിവേറ്റീവ് എന്താ മനസ്സേ? കോൺസ്റ്റന്റ് ഡെറിവേറ്റീവ് 25 ഡെറിവേറ്റീവ് 0. ഒന്നുമില്ലല്ലോ അവിടെ. അപ്പൊ കോൺസ്റ്റന്റ് ഡെറിവേറ്റീവ് 0ഉം എക്സിന്റെ ഡെറിവേറ്റീവ് 1ഉം. ബാക്കിയുള്ള x² ഡെറിവേറ്റീവ് ആ ഫോമിൽ ഉപയോഗിച്ചിട്ട് കണ്ടുപിടിക്കാം. sin x ഡെറിവേറ്റീവ് cos x. Find the derivative of f of x is equal to
find the derivative of f of x is equal to one plus x square plus etc. to x raised to 15 when x equal to 1. അപ്പൊ ഡെറിവേറ്റീവിന് നമ്മള് നോക്കിയേ, ഇപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ എഴുതാം, മറ്റേ ഫോമിൽ യൂസ് ചെയ്യണ്ട. ഫസ്റ്റ് പ്രിൻസിപ്പിൾ അല്ല, സാധാരണ ചെയ്യണ പോലെ എഴുതാൻ മതി. 1ന്റെ ഡെറിവേറ്റീവ് എന്താണ്? 0. എക്സിന്റെ ഡെറിവേറ്റീവ് 1. 2xന്റെ ഡെറിവേറ്റീവ് x2ന്റെ ഡെറിവേറ്റീവ് പ്ലസ് എക്സെട്രാ ടു 15xന്റെ ഡെറിവേറ്റീവ് 15x raised to 49. ഇനി when x equal to 1 എന്നാ പറഞ്ഞേക്കണേ അല്ലേ? അപ്പൊ എന്ത് ചെയ്യണം? ഈ ഇവിടെയുള്ള എക്സിനൊക്കെ എന്ത് കൊടുക്കണം? 1 വാല്യൂ കൊടുത്തിട്ട് വാല്യൂ കണ്ടുപിടിക്കാം. നമ്മള് ഡെറിവേറ്റീവ് എടുത്ത് ഓരോന്നിനെ സെപ്പറേറ്റ് ആയിട്ട്, എന്നിട്ട് നമ്മൾ ചോദിച്ചേക്കുന്ന ക്വസ്റ്റിൽ when x equal to 1 എന്നാ കൊടുത്തേക്കണം. അപ്പൊ ഈ ഡെറിവേറ്റീവ് എടുത്ത സാധനത്തിന് എക്സിന് പകരം എന്ത് കൊടുക്കുക? വാല്യൂ 1 കൊടുക്കുക. ആ അപ്പൊ എത്ര കിട്ടും? 1 പ്ലസ് 2 പ്ലസ് എക്സെട്രാ ഇതെന്ത് വരും? 15 1 raised to 15. അപ്പൊ ഇതെന്താ ഓഡ് നമ്പേഴ്സ് ഇല്ലേ വന്നേക്കണം? 1 3 പ്ലസ് എക്സെട്രാ ടു 15 വരെ. അപ്പൊ ഫസ്റ്റ് n ഓഡ് നമ്പേഴ്സിന്റെ സം കാണാനുള്ള ഇക്വേഷൻ എന്താ? n into n plus 1/2. അപ്പൊ ആദ്യത്തെ എത്ര ഓഡ് നമ്പേഴ്സിന്റെ സമ്മാണിത്? എത്ര ഓഡ് നമ്പേഴ്സ് ഉണ്ട്? അല്ല, ഐ മീൻ എത്ര നമ്പർ വരെ ഉള്ളതോ അവിടെ ഉള്ളത്? 15. അപ്പൊ n equal to 15 വരെയുള്ള ഇക്വേഷൻ ഇതാണ്. n into n plus 1/2 ആണ് ഫസ്റ്റത്തെ ഓഡ് നമ്പേഴ്സിന്റെ സമ്മ. അപ്പൊ n ഇവിടെ എത്ര വരെ ഉണ്ട്? 50 വരെയുള്ള നമ്പേഴ്സാ. അപ്പൊ 15 into എന്ത് വരും? 15 plus 1 51/2. എത്ര കിട്ടും ആൻസർ? ഫൈനൽ ആൻസർ 25 into 51. എത്ര കിട്ടും? 1275 കേട്ടോ. എഴുതിയെടുക്കും. എടാ ഈ ഒരു എക്സസൈസ് 2 എക്സസൈസ് ഉള്ളല്ലേ? തീരാറായല്ലോ. അപ്പൊ ആരെ 4 എക്സസൈസ് ഉണ്ടെന്ന് പറഞ്ഞു? അല്ല, ദേ ഇവരാന്ന് തോന്നുന്നു. കഴിഞ്ഞ ക്ലാസ്സിലുള്ള ഇത് കൊടുക്കുന്ന പറഞ്ഞ ആരാ പറഞ്ഞ? 4 എക്സസൈസ് എന്തോ ഉണ്ടെന്ന് ആരോ പറഞ്ഞ എന്റെ അടുത്ത്. 3 പറഞ്ഞ? 2 ഉള്ളല്ലോ. കഴിഞ്ഞാടാ. അപ്പൊ ഇത് കൂടി കഴിഞ്ഞ ചാപ്റ്റർ കഴിഞ്ഞല്ലോ. അപ്പൊ ആദ്യത്തെ എക്സാം ഇതിന്റെ കേട്ടാ, റിവിഷന്റെ അന്ന്. ഇവിടെ വെച്ച് തന്നെ പഠിക്കാൻ സമയം തരാം, 1 മണിക്കൂർ സമയം തരാം. 1:45 മിനിറ്റ് തരാം സമയം. ഓരോ സെക്ഷൻ അങ്ങനെ. പക്ഷെ ഇവിടെ നിന്ന് പഠിച്ചോളണം. എന്ന് വെച്ചാൽ ഞാൻ കുറച്ച് സമയം തരാം, അതിനുള്ളിൽ ടെക്സ്റ്റിലുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം നോക്കാം. പിന്നെ അതിന്റെ എക്സാം. അല്ല, നീ വരണം, പഠിക്കാൻ സമയം തരാം. ഡൗട്ട് ഉള്ളപ്പോ ചോദിച്ചാൽ മതി. നീ ക്ലാസ്സിലെ കുട്ടികളെ ശീലമുള്ളൂ. പിന്നെന്താ, ഇതൊക്കെ എന്ത് ഇവിടെ ആകെ നമ്മൾ 4 പേരുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഇനി അടുത്തത്, ഇനി ഒരു റൂളാണ് കേട്ടോ പറയാൻ പോണം. നമുക്ക് തന്നിരിക്കുന്ന ഇത്ര നേരം നമ്മൾ ചെയ്ത ഫംഗ്ഷൻ ഒരു p/q ഫോമിലുള്ള ഫംഗ്ഷൻ നമ്മൾ ചെയ്തിട്ടില്ല. സാധാരണ ഒരു ഫംഗ്ഷൻ അല്ലേ, എക്സ് 10x x+1 അങ്ങനെയാണ്. ഒരു x+1/x അങ്ങനെ p/q ഫോമിലുള്ള ഒരു ഫംഗ്ഷൻ നമ്മൾ ചെയ്തിട്ടുണ്ടോ? ഇല്ല. അപ്പൊ അതിന്റെ ഡെറിവേറ്റീവ് എങ്ങനെ കണ്ടുപിടിക്കണം എന്ന് ചോദിച്ചിരിക്കണം. ഇപ്പൊ നോക്കിക്കേ, f of x is equal to മോളിലൊരു ഫംഗ്ഷൻ u/v ആന്ന് വിചാരിക്കും. മോളിലൊരു ഫംഗ്ഷൻ, താഴെ ഒരു ഫംഗ്ഷൻ. അങ്ങനെ ആവുമ്പോൾ ഡെറിവേറ്റീവ് എടുക്കുന്നത് അതായത് എന്താ, u'(v) -
ബി ഡാഷ് യു ബൈ എന്ത് വരും? ബി സ്ക്വയർ. ബി സ്ക്വയർ എന്ന് പറയുന്നത് അത് ഇങ്ങനെ എടുത്താൽ മതി. അതായത് ന്യൂമറേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ. ഡിനോമിനേറ്റർ ന്യൂമറേറ്റർ എന്താന്ന് അറിഞ്ഞൂടെ? അപ്പൊ ഇങ്ങനെ ആലോചിച്ചാൽ മതി. സോറി മാറിപ്പോയേ. എടാ ബി ഇങ്ങനെയല്ലേ, ഇങ്ങനെ ആലോചിക്കും. ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ ബൈ ഡിനോമിനേറ്റർ സ്ക്വയർ. പക്ഷെ മാറിപ്പോയി, ഞാൻ ഇവിടെ എഴുതിയേക്കണം തിരിഞ്ഞു പോയി, സൈൻ വ്യത്യാസം വരും. അപ്പൊ ആദ്യം നമ്മള് ബി എടുക്കുക. ബി എന്ന് പറഞ്ഞാൽ താഴത്തെ നമ്പർ എടുക്കുക. ഇൻറ്റു എന്താ മുകളിലത്തെ അതിന്റെ ഡെറിവേറ്റീവ് എടുക്കുക. അത് നമുക്കിപ്പോ പറയാം, പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലാവും. മൈനസ് യു ഇൻറ്റു ബി ഡാഷ് ബൈ ബി സ്ക്വയർ. ഈ ഫോമിൽ അങ്ങനെ തന്നെ പഠിക്കണം കേട്ടോ. അപ്പൊ അങ്ങനെ ഒരു പ്രോബ്ലം തരാം. നോക്കിക്കേ, എക്സ് പ്ലസ് വണ്ണിന്റെ ഡെറിവേറ്റീവ് എന്താണ്? എക്സ് പ്ലസ് വണ്ണിന്റെ അപ്പൊ എക്സിന്റെ ഡെറിവേറ്റീവ് എന്താ? എക്സാ? എക്സ് പ്ലസ് വണ്ണിന്റെ ഡെറിവേറ്റീവ് എക്സാ? ആരാ പറഞ്ഞു? എക്സിന്റെ ഡെറിവേറ്റീവ് എന്താ? എക്സിന്റെ ഡെറിവേറ്റീവ് എക്സാ? 1 പ്ലസ് വണ്ണിന്റെ ഡെറിവേറ്റീവ് എന്താ? 0. അപ്പൊ എക്സ് പ്ലസ് വണ്ണിന്റെ ഡെറിവേറ്റീവ് എന്താ? എന്താ പറഞ്ഞ? കുറച്ചുമ്പോ എന്താ പറഞ്ഞ? നീ എന്താ കുറച്ച് പറഞ്ഞു? അവൻ എക്സ് എന്നല്ലേടാ പറഞ്ഞത്? അപ്പൊ നോക്ക, അതൊന്ന് ജസ്റ്റ് ഞാൻ അടുത്ത പ്രോബ്ലം ചെയ്യുമ്പോ പറഞ്ഞു നോക്കിക്കേ. ഫൈൻഡ് ദി ഡെറിവേറ്റീവ് ഓഫ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് 1 ബൈ എക്സ്. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് 1 ബൈ എക്സ്. അപ്പൊ നമ്മൾ ഈ റൂൾ വെച്ചിട്ട് ചെയ്യാൻ പോണേട്ടാ. ഫസ്റ്റ് വി എന്താണ് ഇവിടെ? വി ഈക്വൽ ടു, അപ്പൊ വി ഇൻറ്റു വി എന്താ? എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എക്സ് പ്ലസ് 1. എക്സ് പ്ലസ് 1ന്റെ ഡെറിവേറ്റീവ് ആണ് ഇപ്പൊ കണ്ടുപിടിച്ച നമ്മള് 1 മൈനസ് ഇനി അടുത്ത് എന്താ? യു ഇൻറ്റു യു എന്താ ഇവിടെ? എക്സ് പ്ലസ് 1 ഇൻറ്റു എക്സിന്റെ ഡെറിവേറ്റീവ് എന്താ മനസ്സേ? 1 ഡിവൈഡഡ് ബൈ എന്ത് വരും വിവേക്? എക്സ് ആണ് എക്സ് സ്ക്വയർ ആണ്? ബി സ്ക്വയർ അല്ലേ? അപ്പൊ എക്സ് സ്ക്വയർ. ഇതാണ് ഫോർമുല. അപ്പൊ നമുക്ക് നോക്കിക്കേ, എക്സ് മൈനസ് എക്സ് പ്ലസ് 1 ബൈ എക്സ് സ്ക്വയർ. ഇതിന് കോമൺ ഒക്കെ പുറത്തെടുക്കാം. ഒന്നും പുറത്തെടുക്കാൻ പറ്റില്ല. എക്സ് എക്സും കട്ടായി പോകും. 1 ബൈ എന്ത് വരും? അതാണ് എന്ത്? ഡെറിവേറ്റീവ്. എന്താ? എക്സ് എക്സും കട്ടാക്കി കളഞ്ഞ. അങ്ങനെ ഫൈൻഡ് ദി ഡെറിവേറ്റീവ് ഓഫ്, അടുത്ത ദിവസം എനിക്ക് ഫൈൻഡ് ദി ഡെറിവേറ്റീവ് ഓഫ് എക്സ് പ്ലസ് 1 ബൈ എക്സ് മൈനസ് 1. ഈ ഒരു ഇതിൽ ചെയ്യാം. ഫൈൻഡ് ദി ഡെറിവേറ്റീവ് ഓഫ് എക്സ് പ്ലസ് 1 ബൈ ഏതാണ്? ഇതാണോ? എക്സ് എക്സ്. ഇത് പോസിറ്റീവ്, ഇത് നെഗറ്റീവ്. പ്ലസ് കട്ട് ചെയ്തില്ല, എക്സ് കട്ട് ചെയ്ത്. അപ്പൊ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് മൈനസ് 1. ഇതൊന്ന് ചെയ്തേ ഈ റൂൾ വെച്ചിട്ട്. യു എന്താണ് വി എന്താണെന്ന് മാർക്ക് ചെയ്യാം കേട്ടോ. യു വി. അപ്പൊ എന്താ വേണ്ട? വി ഇൻറ്റു എക്സ് മൈനസ് 1 ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എക്സ് പ്ലസ് 1. എക്സ് പ്ലസ് 1ന്റെ ഡെറിവേറ്റീവ് എന്താ? 1. ഇതിനർത്ഥം ഡെറിവേറ്റീവ് ആണ് കേട്ടോ. 1 എക്സ് പ്ലസ് എന്താണ്? ചിലങ്കയുടെ കൊണ്ടാണോ? അത് വണ്ടിന്ന് പാർട്ടി വെക്കണേ.
ശരി. എത്ര കിട്ടിയടാ വിവേക്? വിവേക് അല്ലതാ. ഇതെന്താ? -2 അത് എക്സ്പാൻഡ് ചെയ്യേണ്ട വെറുതെ -2 x - 1 ഓക്കെ. കിട്ടിയാ? ഫസ്റ്റ് പ്രിൻസിപ്പൾ മെൻഷൻ ചെയ്താ മറ്റേതുപോലെ തന്നെ ചെയ്യാം, അല്ലാണ്ട് ഒരു മാർക്ക് തരില്ല കേട്ടാ. ഈ രീതി ചെയ്തിട്ട് 0 തരുള്ളൂ. ഫസ്റ്റ് പ്രിൻസിപ്പൾ മെൻഷൻ ചെയ്താൽ മറ്റേ രീതി തന്നെ ചെയ്തോളാം. ഇനി ഒന്നും അറിയില്ല എന്നാണെങ്കിൽ മാത്രം ആ രീതി ചെയ്താൽ കാണിച്ചിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് മറ്റേ രീതി വെക്കാൻ ചെയ്യും. കിട്ടിയാടാ? ഓക്കെ. അടുത്തത് compute the derivative of tan x. F of x is equal to tan x minus. Compute the derivative of f of x is equal to tan x using first principle. അതാണ് മറ്റേത് വെച്ച് പ്രൂവ് ചെയ്ത് കാണിക്കും. Find the derivative of f of x is equal to tan x. ഡാടാ ചെയ്യ്. നിന്റെയൊക്കെ ഫോണ് മാറ്റി വെച്ചിട്ടും കാര്യമില്ലല്ലോ. അപ്പൊ എന്റെ കഥ പറയാം. ക്ലാസ് എത്ര ദിവസമായി തുടങ്ങിയിട്ടെ? ക്ലാസ് ഇന്നല്ലേ തുടങ്ങിയത് ഇയർ കഴിഞ്ഞിട്ട്. പിന്നെ നീയല്ലേ പറഞ്ഞു 1-ാം തീയതി ഉറപ്പും 2 ദിവസം അവധിയാന്ന് എടുക്കാന്ന് പറയല്ലേ? ഇല്ലേ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലേ പറഞ്ഞ? tan a മൈനസാ. നിങ്ങൾക്ക് tan x plus h minus tan x by h. നീ നോക്കിക്കേ, അതിനകത്ത് tan x plus h നമുക്ക് sin x plus h by cos x plus h എഴുതാം. അങ്ങനെ എഴുതാൻ പറ്റില്ല. tan എന്ന് പറയുന്നത് sin by cos അല്ലേ? എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കും. എക്സ്പാൻഡ് ചെയ്താണ് അങ്ങനെ ചെയ്തോ. എന്താണ് എടാ അതാവുമ്പോ tan a tan b by 1 minus tan x into tan y അങ്ങനെയൊക്കെ വരില്ലേ? അപ്പൊ കോംപ്ലിക്കേഷൻ ആവല്ലേ? tan a plus ഇവിടെ ഫോർമുല എന്താടാ? tan x plus tan y
ആ ഫോർമുല. അതിന് നല്ലത് ഇങ്ങനെ ചെയ്യും, ടാൻ എക്സ് പ്ലസ് എച്ചിന് പകരം സൈൻ എക്സ് പ്ലസ് എച്ച് ബൈ കോസ് എക്സ് പ്ലസ് എച്ച്. ഇദ്ദേഹം എന്താ പറയണേന്ന് പോലും ആലോചിക്കാനോട്, ഇവർ എന്തായി പറഞ്ഞോണ്ടിരിക്കണെന്ന്. നീ ആദ്യം ആ ഫോർമുലയിലോട്ട് എഴുതി വെക്കാതൊന്ന് ജസ്റ്റ്. സൈൻ എക്സ് പ്ലസ് എച്ചിന്റെ ഫോർമുല നമുക്കറിയാം, അതിലോട്ട് ഇട്ട് കൊടുത്താൽ മതി. അതിന്റെ ഫോർമുല ഇട്ട് കൊടുക്കും. ടാൻ എക്സിന് പകരം സൈൻ എക്സ് ബൈ കോസ് എക്സ്. പിന്നെ ആ ബൈ എച്ച് ഇല്ലേ, വോൾ ബൈ എച്ചിനെ നിങ്ങൾ പുറത്തോട്ട് എടുത്തിട്ട് 1/h എന്നാക്കിയിരിക്കും. ഞാൻ ഇതിനെയാണ് 1/h എഴുതുന്നത് കേട്ടോ. കോസ് എ പ്ലസ് ബിയുടെ ആണോ? കോസ് എ കോസ് സൈൻ എ കോസ് അല്ല സൈൻ എ കോസ് ബി ബൈ അതല്ലേ സൈൻ എ കോസ് ബി മൈനസ് കോസ് എ സൈൻ ബി. സൈൻ എക്സ് പ്ലസ് വൈ അല്ലേ ഉദ്ദേശിച്ച? ഇതല്ലേ സൈന് കോസിന്റെ അടിയിലത്തെ കോസാ. അതിൽ നിന്ന് ഞാൻ എടുക്കണം. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താലല്ലെങ്കിൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തടാ. ഷവർമ പോലെ ആവൂല. ക്രോസ് മൾട്ടിപ്ലൈ അപ്പൊ പെട്ടെന്ന് കിട്ടും. എടാ കിട്ടൂടാ, പണിയൊന്നുമല്ല. ക്രോസ് മൾട്ടിപ്ലൈ 1/h മൾട്ടിപ്ലൈ ഈ എച്ച് മൊത്തം കിട്ടുക. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എളുപ്പത്തിൽ കിട്ടും. നിങ്ങക്ക് കാണാൻ കൂടാ അതിന് 18 വയസ്സ് കഴിഞ്ഞ OTT അല്ല, നിങ്ങൾക്ക് തിയേറ്ററിൽ പോയി കാണാൻ പറ്റും. പിന്നെ ആണോ? എന്തിന്റെ ഫോർമുലായി? കോസ് എ കോസ് സൈൻ എ കോസ് ബി മൈനസ് സൈൻ എ കോസ് എ. എന്തിന്റെ ഫോർമുല? സൈൻ എ പ്ലസ് ബിയുടെ ഫോർമുലയാണ്. അപ്പൊ ഇത് സൈൻ എ എന്താണ്? സൈൻ എക്സ് പ്ലസ് എച്ച് പ്ലസ് എക്സ്. സൈൻ എ പ്ലസ് സൈൻ എക്സ് പ്ലസ് വൈയുടെ ഫോർമുല എന്താ? സൈൻ എക്സ് കോസ് വൈ പ്ലസ് അല്ല മൈനസ് എക്സ് മൈനസ് അല്ലേ? അപ്പൊ ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം? ഈ ഒരു മോളിലത്തെ സാധനത്തിന് മാത്രം എങ്ങനെ എഴുതാം നമുക്ക്? ഇനി ഇവിടെ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ കിട്ടും. എക്സും എക്സും കട്ടാക്കി കളയരുതിട്ടാ. ആ എക്സും എക്സും കട്ടാക്കി കളയല്ല. ഇനി സ്പ്ലിറ്റ് ചെയ്യാം. സൈൻ എച്ച് ബൈ എച്ച്, ഈ പുറത്തുള്ള എച്ച്
പിന്നെ അടുത്ത 1/cos x+h cos x അത് ഒരുമിച്ച് ചെയ്താ. എടാ എന്താണ് ഇവിടെ കിടന്നത്? മാർക്കോന്റെ കാര്യമല്ലേ ഇവിടെ ചെയ്യാറ്. ഇനി ഇതിന്റെ ആൻസർ കണ്ടുപിടിച്ചിട്ട് നിങ്ങൾ കൊണ്ടോ കേട്ടോ. ഫൈനൽ ആൻസർ കണ്ടുപിടിച്ചുകൊണ്ടോ. മറ്റേതെന്താവും? ആദ്യ ലിമിറ്റ് sin h/h എന്താവും? വാല്യൂ എന്താവും? 1. മറ്റേതാ h→0 കൊടുക്കുമ്പോ എന്താവും? 1/cos x+h cos x × cos x. അപ്പൊ എന്താവും? പ്ലസ് ആണ് അവിടെ ഇട്ടേക്കണേ. അത് h പോവല്ലേ, h→0 ആവുമ്പോ h0 ആവും. അപ്പൊ എന്താവും? cos x cos square x. എന്ന് വെച്ചാൽ എന്താ 1/cos square x എന്ന് പറഞ്ഞാൽ is equal to ഇതും ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. നിങ്ങൾക്ക് ഇപ്പോഴും ടൂറൊന്നുമില്ലടാ ഫസ്റ്റ് ഇയർ? നവംബർ അടുത്തല്ലോ. നവംബർ ഡിസംബർ കഴിഞ്ഞില്ലേടാ? +2-ലെക്കാരാണ് നീ പറഞ്ഞ? +1-ലില്ല. കഴിഞ്ഞ വൺഡേ ആയിരുന്നാ? എവിടെ പോയാ? എങ്ങനെയുണ്ടായി? എന്താ ട്രെയിനിന് പോയിട്ട് എപ്പോ വന്ന്? എപ്പ പോയി? വൈകുന്നേരം 5 മണിക്കാ? രാവിലെ 5 മണിക്ക് പോയിട്ട് പിറ്റേ ദിവസം രാവിലെ. നിങ്ങൾക്കാ എത്ര മണിക്ക്? എത്ര മണിക്ക്? എന്നിട്ട് അന്ന് തന്നെ വന്നാ? ഒരു ദിവസം കാണാനുള്ളതല്ല അപ്പൊ മൂന്നാറ്? അല്ല സെക്കൻഡ് ഇയർ 3 days ഉണ്ടോ ഇല്ലേ? അല്ല +2-നൊക്കെ +1-ല് 1 day മതിയല്ലോ എനിക്ക്. അപ്പൊ നീ 18 ആവൂലേ? മണി എത്രയാടാ? ലൈറ്റ് ഓൺ ചെയ്ത് രണ്ട് ഫംഗ്ഷൻസ് യും ബി, രണ്ട് ഫംഗ്ഷൻസ്. അപ്പൊ നോക്കിയേ, ഫോർ എക്സാമ്പിൾ x × x+1 ഇവിടെ രണ്ട് ഫംഗ്ഷൻ ആയിട്ട് എടുക്കാം നമുക്ക്. ഇതൊരു ഫംഗ്ഷൻ, ഇതൊരു ഫംഗ്ഷൻ. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുന്ന ഒരു റൂളാണ് പ്രൊഡക്റ്റ് റൂൾ എന്ന് പറയും. അതായത് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡി ഓഫ് യു, അതും എഴുതണം യു ബി. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ബി ഡാഷ് പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്. ഇതാണ് പ്രൊഡക്റ്റ് റൂൾ കേട്ടോ. എന്തായാലും പ്ലസ് അല്ലേ അതൊന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ഡെറിവേറ്റീവ് ഓഫ് സൈൻ സ്ക്വയർ എക്സ്. ഫൈൻഡ് ഡെറിവേറ്റീവ് ഓഫ് സൈൻ സ്ക്വയർ എക്സ്. അപ്പൊ സൈൻ സ്ക്വയർ എക്സ് നമുക്ക് എങ്ങനെ എഴുതാം? സൈൻ എക്സ് ഇൻറ്റു സൈൻ എക്സ് എന്ന് എഴുതാലോ. എന്നിട്ട് ഈ പ്രൊഡക്റ്റ് റൂൾ വെച്ചിട്ട് കണ്ടുപിടിക്കാം കേട്ടോ. ഫൈൻഡ് ഡെറിവേറ്റീവ് ഓഫ് സൈൻ സ്ക്വയർ എക്സ്. അപ്പൊ f dash of x is equal to which is equal to sin x into sin x
അപ്പൊ ഇവിടെ ഒരെണ്ണം യു ആയിട്ട് എടുക്കുക, ഒരെണ്ണം ബി ആയിട്ട് എടുക്കുക. ഇപ്പൊ ചെയ്ത പോലെ കേട്ടോ, യു ബി. വേഗം പറഞ്ഞേ. സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് എന്തായിരുന്നു? കോസ് എക്സ്. കോസ് എക്സിന്റെ ഡെറിവേറ്റീവാ മൈനസ് സൈൻ എക്സ്. മൈനസ് പറയൂ കേട്ടോ ആൻസർ. പ്ലസ് സൈൻ എക്സ് ഇൻറ്റു പിന്നെയും കോസ് എക്സ്. വൺ മൈനസാ എന്താടാ? എങ്ങനെ വരും? ഇതിന്റെ അർത്ഥം എന്താടാ? സൈൻ എക്സ് കോസ് എക്സ്, കോസ് എക്സ് സൈൻ എക്സ് എന്ന് വെച്ചാൽ എന്താ? രണ്ടെണ്ണോ ഇല്ലേ ഇപ്പൊ? അപ്പൊ ടു സൈൻ എക്സ് കോസ് എക്സ് അല്ലെ? ടു സൈൻ എക്സ് കോസ് എക്സ് എന്ന് പറയണത് എന്താ? സൈൻ ടു എക്സ്. എക്സ് വൈ പ്ലസ് എക്സ് വൈ എന്താ? എക്സ് വൈ പ്ലസ് എക്സ് വൈ എന്താ? ടു എക്സ് വൈ അല്ലേ? സെയിം സാധനം തന്നെ. സൈൻ ടു എക്സ് which is equal to അടുത്ത ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദി ഡെറിവേറ്റീവ് ഓഫ് x square minus 2 at x equal to 10. minus 2. Find the derivative of x square minus 2 at x equal to 10. വിവേക് പറ, എങ്ങനെ ഡെറിവേറ്റീവ് എടുക്കും? എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എഫ് ഓഫ് എക്സ് എന്താ? ഇങ്ങനെ എഴുതുക. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് 2. എഫ് ഡാഷ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഫോർമുല ഇല്ലാണ്ട് കണ്ടുപിടിച്ചേ പറ. എഫ് ഡാഷ് ഓഫ് എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് പറ. മൈനസ് 2 ഡെറിവേറ്റീവിന്റെ ഡെറിവേറ്റീവ് 0. അപ്പൊ എന്തായിട്ട് എഫ് ഡാഷ് ഓഫ് എക്സ് 2x. ഇനി നമ്മളോട് ചോദിച്ചേക്കണം എന്താ? അറ്റ് എക്സ് ഈക്വൽ ടു 10 എന്നാ പറഞ്ഞേക്കണം. അപ്പൊ എന്ത് ചെയ്യണം? എക്സിന് എന്ത് കൊടുക്കണം? അപ്പൊ എത്ര കിട്ടും വാല്യൂ? അതുപോലെ കണ്ടുപിടിച്ച് അടുത്തത് 5 ഇട്ടിട്ടുണ്ട്. ഞാൻ നിനക്ക് 5 മിനിറ്റ് ഫാസ്റ്റ് ആണിത്. ക്ലോക്ക് 5 മിനിറ്റ് ഫാസ്റ്റ് ആണ്. Find the derivative of x cube minus 27. ഇതെല്ലാം ഫസ്റ്റ് പ്രിൻസിപ്പൽ എഴുതിക്കണമെങ്കിൽ അത് ഉപയോഗിച്ച് കണ്ടുപിടിക്കാം. Find the derivative of x cube minus 27. x cube minus 27 f of x. ഓക്കെ അല്ലേ? വേണ്ട, സാധാരണ അതില്ല. അതില്ലാത്ത 3x. എടാ 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 എന്താണ് നേരെ ഇരുന്നേടാ മര്യാദക്ക്. അടുത്ത ക്വസ്റ്റ്യൻ. നിങ്ങൾക്ക് ഇങ്ങനെ ഇരുത്താൻ സമ്മതിക്കില്ലേ? Find the derivative of following function using first principle ആണ്. x minus 1 into x minus 2. x minus 1 into x minus 2 using first principle കേട്ടാ. വിവേക തന്നെ ചെയ്യത്. ബോഡി പോയി ചെയ്തെന്നാ ചെല്ലേ നോക്കട്ടെ. കോൺഫറൻസ് ലെവൽ വർദ്ധിക്കട്ടെ. ചെയ്തെന്ന് ഞാൻ ഇപ്പൊ വിടും. ഞാൻ അത് ചെയ്ത ഉറപ്പാ. നീ
ചെയ്യണം, ഞാൻ പറഞ്ഞുതരാം. ഫോർമുല എഴുതാതെ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഴുത്. ആദ്യം എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഴുത്. അത് എഫ് ഓഫ് എക്സ് ആക്കി എഴുത്. അടിയില് എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ്. എന്തായിരുന്നു ഫോർമുല നമ്മുടെ? ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു 0. അതിന്റെ ഇടയ്ക്ക് ഇവിടെ കഥ പറയരുത്. ബൈ എച്ച്. ഇനി ഓരോന്ന് എടുത്തിട്ട് എക്സ് പ്ലസ് എച്ച് എന്ത് വരും അപ്പൊ? അപ്പൊ എന്ത് എക്സിന്റെ സ്ഥാനത്തൊക്കെ ആര് വരും അപ്പൊ? എക്സ് പ്ലസ് എച്ച് വരും. അപ്പൊ അങ്ങനെ ആക്കിയിരിക്കെ. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് മോളിൽ തന്നേക്കുന്ന സാധനം. എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് എന്തായിരിക്കും അപ്പൊ? എക്സിന്റെ സ്ഥാനത്തൊക്കെ ആര് വരും? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. കാണാൻ പറ്റല്ലോ. അങ്ങനെയാണോ? എഫ് ഓഫ് എക്സ് ആണ് ഇത്. എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് എന്ന് പറയുമ്പോ എന്താ? ഇവിടെ എക്സിന് പകരമാണ് എക്സ് പ്ലസ് എച്ച് കൊടുത്തു. അപ്പൊ ഇവിടെ എക്സിന് പകരം ആരെ കൊടുക്കണം? അങ്ങനെ വേണം ചെയ്യാൻ. അപ്പൊ എക്സ് പ്ലസ് എച്ച് മൈനസ് 1 എക്സ് പ്ലസ് എച്ച് മൈനസ് 2 അത് വേണം ഇവിടെ ചെയ്യാൻ. നമ്മൾ എഫ് ഇടണ്ടടാ. നമ്മൾ എഫ് ഓഫ് എക്സ് പ്ലസ് എച്ചിന് പകരം നമ്മൾ എഴുതിയത്. അപ്പൊ എഫ് മാറ്റിക്കോ അവിടെ നിന്ന്. എഫ് വേണ്ട. ഇനി എഫിലോട്ട് ഇട്ട് കൊടുത്തല്ലോ നമ്മള്. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താ? എക്സ് മൈനസ് 1 ഇൻറ്റു എക്സ് മൈനസ് 2 ബൈ എച്ച്. ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു 0. അത് ഇട്ട് കൊടുക്കും. ലിമിറ്റ് ഇട്ട് കൊടുക്കും. ഈ ലിമിറ്റ് ഡയറക്റ്റ് കൊടുക്കാൻ പറ്റുമോ? ഇതിന്റെ അകത്ത് മാനസ് നോക്കിട്ട് പറഞ്ഞേ. ഡയറക്റ്റ് കൊടുത്താൽ ഉണ്ടാവും അടിയിൽ ഡിനോമിനേറ്റർ എന്തായി മാറും? 0 ആയിട്ട് മാറും. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? എന്താണ് നീ ചോദിച്ചത്? ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യും. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് വലിയ കാര്യമില്ല. എവിടെ പ്ലസ്? അവിടെ എങ്ങനെയാ പ്ലസ് വന്നത്? ഇനി ഒന്ന് ആലോചിച്ച് വെക്ക്. എന്ത് ചെയ്യും? എച്ച് കോമൺ പുറത്തെടുക്കാൻ പറ്റുമെന്ന് നോക്കിക്കേ. കിട്ടിയാ? ജോലിച്ച് കിട്ടിയാടാ? ആലോചിച്ച് നോക്കും. എച്ച് പുറത്തെടുക്കാൻ പറ്റുമോ? എച്ച് പുറത്തെടുത്താൽ കട്ട് ചെയ്ത് കളയാം നമുക്ക്. അവിടെ ഉണ്ടാവും നോക്കിയാ. ഡെറിവേറ്റീവ് ആണോ? പിന്നെ ഫസ്റ്റ് സാധാരണ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ എത്ര വരും ആൻസർ?
എക്സ് മൈനസ് വണ്ണിന്റെ ഡെറിവേറ്റീവ്, എക്സിന്റെ ഡെറിവേറ്റീവ് 1. അപ്പൊ എന്ത് വരണം? സാധാരണ രീതിയിൽ എത്ര ഡെറിവേറ്റീവ് വിവേകെ ഈ ഫംഗ്ഷന്റെ? വണ്ണ്. എന്തേത് ഇതെന്താ? ഓപ്പൺ ചെയ്ത് ഞാന് ഇതായിരുന്നു ഓപ്പൺ ചെയ്ത ആദ്യം, എല്ലാം ഓപ്പൺ ചെയ്തിട്ട് ഞാൻ അതിൽ നിന്ന് പറ്റുന്നത്ര എച്ച് കോമൺ എടുത്തു. അപ്പൊ ഇതെന്താ? അത് പറ്റാത്ത ഇങ്ങനെ പറ്റില്ല, ഇങ്ങനെ കട്ടിട്ട് രണ്ടെണ്ണത്തിനുണ്ടല്ലോ ഇത്. ഇതിന് എച്ചില്ല. ആ അപ്പൊ പിന്നെ എങ്ങനെ ഇത് രണ്ടും കൂടി കട്ടിട്ട് മൊത്തം രണ്ടിനും കൂടി ഉള്ള വെച്ചാണ് ഇത്. ഇതിന് എച്ചില്ല. ആ അപ്പൊ പിന്നെ കട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ, അല്ലെങ്കിൽ പിന്നെ സ്പ്ലിറ്റ് ചെയ്തിട്ട് കട്ട് ചെയ്യണം. സ്പ്ലിറ്റ് ചെയ്തിട്ട് കട്ട് ചെയ്ത് നോക്കി, അപ്പൊ ബൈ എച്ച് വരും ഇവിടെ. ഇനി ഇവിടെ ബൈ എച്ച് വരും. അപ്പൊ ഈ ടൈം മൊത്തം എന്തായിപ്പോ? ഇത് നോട്ട് ഡിഫൈൻഡ് ആയിപ്പോ. മനസ്സിലായ? കണ്ടുപിടിക്കും. ഇവരെന്തായാലും അവൻ എടാ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തപ്പോ കൊറേ ടൈം കട്ടായി പോടാ അങ്ങോട്ട്. ആ മൊത്തം ബ്രാക്കറ്റ് ഒക്കെ ഓപ്പൺ ചെയ്യും, മൊത്തം ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യണം. കട്ടാവോടാ എക്സ് ഇങ്ങനെ ബ്രാക്കറ്റ്, ആദ്യം ഇത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. എന്ത് വരും? എക്സ് സ്ക്വയർ എക്സ് എച്ച് മൈനസ് 2x, പിന്നെ എച്ച് എക്സ് എച്ച് സ്ക്വയർ മൈനസ് 2h, അങ്ങനെ മൊത്തത്തിൽ ഓപ്പൺ ചെയ്യാം. എന്നിട്ട് കൊടുക്കുമ്പോ കിട്ടും. എഴുതണ്ടല്ലോ, ചെയ്തോളൂലേ? ചെയ്ത് കാണിക്കണോ? കാണിക്കണോ? അപ്പൊ ചെയ്തു നോക്കാം. അപ്പൊ അടുത്ത ക്ലാസ്സിൽ ഇത് തന്നെ എടുക്കാല്ലേ? കുറച്ച് പ്രോബ്ലംസ് ജസ്റ്റ് എടാ എക്സ് സ്ക്വയർ എക്സ് എച്ച് മൈനസ് 2x, അങ്ങനെ ഫുള്ള് ബ്രാക്കറ്റ്, ഇവിടുത്തെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. അതിനുശേഷം ഈ സൈഡിലെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. കുറെ ടേംസ് കട്ടായി പോകും, ബാക്കി എച്ചും ഇല്ലാത്തൊരു ടേം കിട്ടും. അത് എനിക്ക് കൊടുക്കാം.